വിമാനത്തേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് രാജ്യത്തെ സുപ്രധാന നഗരങ്ങളിലേക്ക് ട്രെയിനിലെത്താം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ 3 പ്രധാന നഗരങ്ങളായ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് എന്നിവയെ ബന്ധിപ്പിക്കാൻ അതിവേഗ റെയിൽവേ ഇടനാഴി പദ്ധതിയുമായി കേന്ദ്രം. 2 മണിക്കൂർ കൊണ്ട് ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ശേഷം ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് 20 മിനിറ്റിലെത്താം. ഇതോടെ യാത്രാസമയം 10 മണിക്കൂർ വരെ കുറയ്ക്കാനാകുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. 320 കിലോമീറ്റർ വേഗതയിലാകും അതിവേഗ റെയിൽ ഇടനാഴിയിൽ ട്രെയിൻ സഞ്ചരിക്കുക. പദ്ധതി നടപ്പിലാകുന്നതോടെ വിമാനയാത്രയേക്കാൾ വേഗത്തിൽ ഈ 3 നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന യാത്രാ സൗകര്യമാകും ഒരുങ്ങുക. നിലവിൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബാംഗ്ലൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ 1 മണിക്കൂർ 15 മിനിറ്റാണ് എടുക്കുന്നത്. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്താൻ വേണ്ട സമയം 1 മണിക്കൂർ 20 മിനിറ്റാണ്. എന്നാൽ ബോർഡിംഗും മറ്റ് സുരക്ഷാ ചെക്കിങ്ങുകളും ഉൾപ്പെടെ തീർന്നു വരുമ്പോൾ ഇത് 3 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. അതിവേഗ റെയിൽ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ വിമാനത്തേക്കാൾ വേഗതയിൽ യാത്രാ സൗകര്യം ഒരുങ്ങും. ഹൈദരാബാദ് ചെന്നൈ അതിവേഗ ഇടനാഴിക്ക് 705 കിലോമീറ്റർ നീളവും ഹൈദരാബാദ് ബാംഗ്ലൂർ റൂട്ട് 626 കിലോമീറ്ററുമാണ് കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ സർക്കാർ കൺസൾട്ടൻസി സ്ഥാപനമായ RITES ലിമിറ്റഡ് ഫൈനൽ ലൊക്കേഷൻ സർവേ നടത്തുന്നതിനായുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. സർവേയിൽ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട്, പാതയുടെ അലൈൻമെന്റ്, ചെലവ് കണക്കാക്കൽ, ഗതാഗത സാധ്യതകൾ വിലയിരുത്തൽ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈ അസൈൻമെന്റിനായി 33 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്.